ഹായ് ഗായ്സ്, വെൽക്കം ടു ഹിസ്റ്ററിക് ഡയറീസ്. അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ്, അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സംഭവം സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ്. ഞാൻ ഈ വീട്ടിലായിരുന്നു ലൈവ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പം ഇനി തൊട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ മോട്ടിവേറ്റഡ്, ബി പ്രൊഡക്റ്റീവ്. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് എ ഡേ വിത്ത് സ്മൈൽ. നമ്മൾ ഒരു കാരണമില്ലെങ്കിലും ജസ്റ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കാൻ. ഞാൻ ഓർഡറിലാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു കാരണമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ആ ഒരു ദിവസം കുറച്ച് പോസിറ്റീവ് ആക്കാൻ ഈ ഒരു ഐഡിയ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഓക്കെ, സെക്കൻഡ് വൺ, പ്ലാൻ യുവർ ടാസ്ക്സ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാരകമായിട്ട് എനിക്ക് ഷോപ്പിങ്ങിന് പോകണം, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഉണ്ടാക്കാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക്സ് നടക്കാത്തതൊന്നും എഴുതി വെക്കരുത്. ചെയ്യാൻ നമുക്ക് ഇപ്പോൾ നോർമൽ കാര്യങ്ങളായിരിക്കാം, എല്ലാ ദിവസവും ചെയ്യുന്ന നോർമൽ കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ഫോർ എ വോക്ക്, ബ്രഷ് യുവർ ടീത്ത്, ടേക്ക് എ ബാത്ത്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ആ ദിവസത്തെ മുഴുവൻ ടാസ്കും ജസ്റ്റ് ഒരു A4 പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കോളംസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ടിക്കിടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിക്കിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഞാൻ ഇതൊക്കെ ചെയ്തു, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് തന്നെ തോന്നും. നമുക്കൊരു പോസിറ്റീവ് ഫീലും ഒരു പ്രൊഡക്റ്റീവ് ഫീലും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. തേർഡ് വൺ, ഡ്രിങ്ക് വാട്ടർ ഓഫൻ. നിങ്ങൾക്ക് ഇപ്പോൾ ചൂടുകാലമൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ ബോഡി നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആക്കാൻ നോക്കാം. ഓക്കെ, അതാണ് മൂന്നാമത്തെ കാര്യം. ഓക്കെ, ഫോർത്ത് വൺ, ബി കൈൻഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നാട്ടുകാരോട് കൈൻഡ് കാണിക്കാം. കൈൻഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് കൈൻഡ് ആയിരിക്കുക. ബി കൈൻഡ് യുവർ സെൽഫ്. നമ്മളോടൊരു ദയ കാണിക്കുക, അങ്ങനെയൊക്കെ തോന്നില്ലേ, ആ ഒരു രീതി നമ്മളോട് തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നണം. ഓക്കെ, അപ്പോൾ ഞാനൊരു നല്ല കുട്ടിയാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലേ നമ്മളെ ബാക്കിയുള്ളവർ കൂടെ ഇഷ്ടപ്പെടുള്ളൂ. ഓക്കെ, ബി കൈൻഡ് യുവർ സെൽഫ്, അതാണ് ഫോർത്ത് വൺ. ഡു വാട്ട് യു ലവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചിലർക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് എഡിറ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് അങ്ങനെ പല പല രീതികളുണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യാം. അതാണ് ഫിഫ്ത്ത് വൺ. ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ദിവസം എന്തായാലും നല്ല പ്രൊഡക്റ്റീവ് ആവും. ഞാൻ ഉറപ്പ് തരാണ്, എന്തായാലും പ്രൊഡക്റ്റീവ് ആവും. സിക്സ്ത് വൺ, നോ ഫോൺ ഫോർ 30 മിനിറ്റ്സ്. ഇപ്പോൾ എല്ലാവരും ഫോണിൻ്റെ പുറത്തായിരിക്കുമല്ലോ, വെക്കേഷനായിട്ടൊന്നും ചെയ്യാനില്ലാത്തവരാണെങ്കിലും എല്ലാവരും അപ്പം ഫോണിൻ്റെ പുറത്തെ ആയിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കാണ്ട് മുഴുവൻ ടൈമും ഫോണൊന്നും ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പണിയാണ്. അപ്പോൾ പതുക്കെ നമ്മൾ തിരിച്ചറിയാം. ആദ്യം 30 മിനിറ്റ് ഒന്നും ചെയ്യാതെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, പിന്നെ അത് 1 hour ആക്കാം, പിന്നെ അത് 2 hour ആക്കാം. അങ്ങനെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക, ഡൂം സ്ക്രോളിങ് കുറയ്ക്കുക. അതാണ് സിക്സ്ത് വൺ. നെക്സ്റ്റ്, സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ജയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മത്സരത്തിൽ ജയിച്ചു, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് സന്തോഷമായാൽ മതി. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ.
സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. അതാണ് 7th വൺ. ടേക്ക് എ ഷോർട്ട് വോക്ക്. ഷോർട്ട് വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു 100 മീറ്റർ നടക്കാൻ പോവാം, 200 മീറ്റർ ആക്കാം, 300 മീറ്റർ ആക്കാം, അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ വോക്സിനൊക്കെ പോവാം. ഈവനിങ് ഒക്കെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോയി ഇങ്ങനെ ഒരു ഷോർട്ട് വോക്കൊക്കെ എടുക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം പറയാൻ പോകുന്നത് 8th വൺ. 8th വൺ ആണ് തോന്നുന്നത്. 9th വൺ. ബി പേഷ്യൻറ്റ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾ സാധനം ഓർഡർ ചെയ്തു എന്ന് വെച്ചോ, ഓർഡർ ചെയ്ത് വെച്ചാൽ എനിക്കിപ്പോൾ അത് കാണാം, എനിക്കിപ്പോൾ അത് അൺബോക്സ് ചെയ്യണം, അങ്ങനെ ഇല്ല. അങ്ങനെയല്ല, നമ്മൾ കുറച്ചൊന്ന് പേഷ്യൻ്റ് ആവും, കുറച്ച് ക്ഷമയോടെ കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നെറ്റ് പെട്ടെന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണ് വരാത്തത്, അല്ലെങ്കിൽ കറണ്ട് പോയി, ഇതെന്താണ് വരാത്തത്. നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റ് ആവുക. ഓക്കെ, അതാണ് 9th വൺ. നെക്സ്റ്റ് വൺ, ക്ലീൻ യുവർ സ്പേസ്. ഇത് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്പേസ് നമ്മൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ റൂമിലേക്ക് കയറാനൊക്കെ ഒരു പ്രൊഡക്ടിവിറ്റി തോന്നും, അല്ല കയറാനൊക്കെ ഒരു ത്വരയൊക്കെ വരും. അപ്പം അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ പരിസരമൊക്കെ നല്ല ക്ലീനാണ്, അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് പ്രൊഡക്റ്റീവ് ആവാൻ തോന്നും. ഈ ഒരു പരിസരങ്ങളെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലീനാണെന്നറിയുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ ഒരു ഐഡിയാസും വരും. നമ്മുടെ സ്ഥലം ക്ലീൻ ആവുകയും ചെയ്യും. നമുക്കൊരു പ്രൊഡക്റ്റീവായി ഞാൻ ഇന്ന് ചെയ്തല്ലോ, അങ്ങനെയൊക്കെ ഒരു തോട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരും. റെസ്റ്റ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം അത്യാവശ്യം നല്ലവണ്ണം റെസ്റ്റ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാനൊരു മൂഡ് തന്നെ വരുള്ളൂ. ഇപ്പോൾ ക്ലീൻ യുവർ സ്പേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നും. ബട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം, അതിനുശേഷം റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോട്ട് മനസ്സിലൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഇരിക്കുക. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മറക്കണ്ട, റെസ്റ്റും കൂടെ വേണം. റെസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, the last and final one but not least, end the day with gratitude. ആയിട്ട് നല്ല ഹാപ്പിയോടെ ആ ഒരു ഡേ എൻഡ് ചെയ്യണം. ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ട്, സ്റ്റാർട്ട് എ ഡേ വിത്ത് സ്മൈൽ ആൻഡ് ലാസ്റ്റ് വൺ എൻഡ് ദ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയോടെ ആ ഒരു ദിവസം എൻഡ് ചെയ്യാം. സന്തോഷത്തോടെ ഇരുന്നിട്ടല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്റ്റീവായി ചെയ്യുകയും ചെയ്തല്ലോ, അപ്പം അതിനായിട്ടൊരു നന്ദി കാണിക്കുന്ന പോലെ ആ ഒരു ഡേ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഒന്ന് എൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ബി മോട്ടിവേറ്റഡ്, ബി പ്രൊഡക്റ്റീവ്, അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കണ്ട.